സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ചൂണ്ടയിടൽ. അതിന് നമുക്ക് ആദ്യം ചൂണ്ട മേടിക്കാൻ പോകണം. ആളില്ലേ? നിങ്ങളാ ചൂണ്ടക്കൊളുത്തുണ്ടോന്ന് അറിയാം അവിടെ? ഓണറിൻ്റെ അറിവില്ല. ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ആണല്ലേ, ഇപ്പം ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. ചൂണ്ടക്കൊളുത്ത് ഉണ്ടെങ്കിലും മറ്റേ ചൂണ്ടയും ഉണ്ടാകണം, അതില്ല. ഫസ്റ്റ് ഇവിടെ ചൂണ്ടക്കൊളുത്തില്ല ഗൈസ്. ഗൈസ് ഫസ്റ്റ് കടയിൽ ചൂണ്ടക്കൊളുത്തില്ല. അപ്പം ഇനി രണ്ടാമത്തെ കടയിലൊന്ന് പോയി ചോദിച്ചു നോക്കാം. ഏത് കടയിലുണ്ടാകുന്ന പറയാൻ പറ്റത്തില്ലല്ലോ, നോക്കാം. ബിജിലെ ചൂണ്ടക്കൊളുത്തുണ്ടോ? ചീരി തരുന്ന പുഴയിലൊക്കെ ഇടുന്ന ടൈപ്പില്ലേ? അങ്ങനെ തന്നെ അത് പുഴയിടുന്നില്ലേ? കുറച്ച് വലുപ്പമുള്ള ആണല്ലേ. ഇതിനെത്ര വലുതെത്ര? 6 റുപ്യ. എന്നാൽ ചെറുതും വലുതും ആണ് എടുത്തോ. എല്ലാം എടുത്തോ, ചെറുപറ എടുത്ത് തൂക്കി നോക്കി കിട്ടാൻ കൊടുക്കുക. ഇത് എത്ര വേണ്ടേ? ഇതെത്ര വേണ്ടേ? ഇത് ഒരെണ്ണം മതി. ഇതൊന്നും മതി. പിന്നെ ചെറുത് 2-3 എടുത്തോ. ഇതൊക്കെട്ടെ അവൽ വേണം. എപ്പോൾ എടുത്തോ? അതെല്ലാം വെറൈറ്റി വെറൈറ്റി എടുത്തോ. എല്ലാം 3 റുപ്യ. എല്ലാം ഒരേ താനാ അളവ്? ഇത് 3 10 രൂപ ഈ സാധനം. ഇതൊന്നിന് 3 രൂപ. ഇതെത്ര വേണ്ടേ? ഇത് 2 എടുത്തോ. 10 രൂപ. 13 13 13 6 19. അവരാ ഇതിനെത്ര 6 രൂപ? 19 65. ഇത് 2 മതി. 3 2 മതി. കറക്റ്റ് സെയിമല്ലേ? അല്ല, 2 വ്യത്യാസമുണ്ട്. അത് 2 സെയിം, ഇത് 2 വ്യത്യാസമുണ്ട്. വ്യത്യാസമുള്ള ഒരെണ്ണം മറ്റേത് നോക്കുക. ഒരേ പോലത്തെ ഇട്ടാലും വലിയ കാര്യമൊന്നുമില്ല. മണ്ണത്തിൽ ദിവസം കണക്കായിരിക്കും അല്ലേ? സൈസൊക്കെ സെയിമാണ്. സൈസ് കണക്കായിരിക്കും. ഇതിൻ്റെ 2 വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അറ്റം വ്യത്യാസമുണ്ട്. ഇതില്ല, അത് ഹോൾസെയിലാണ്, മറ്റേ ഹോൾസെയിലാണ്. പോരാ? ഇതിൻ്റെ ഇവിടെ ഇതില്ലെന്ന് തോന്നുന്നല്ലേ? അതുണ്ട്, അതന്നെ. അതിന് ഇവിടെ കുടുങ്ങി കൊയ്യ. ഇതേ മോഡല് ഇതുണ്ട്. ഇതങ്ങനെ തന്നെ ഉണ്ടാവുക. മറ്റേ ഹോൾസെയിൽ തന്നെ. ഓക്കെ, അവിടെ കിട്ടണമല്ലേ? കിട്ടുമ്പോൾ അവിടെ കുടുങ്ങുന്നുള്ളത്. ഓക്കെ, വരുന്നൊക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു പൂര. വള്ളിയോ? വള്ളി വേണം. വലിയ അടിച്ചിട്ടല്ലേ? വള്ളിക്ക് എത്രയാ? അത് 65. വള്ളി പൊളിച്ചു. 65 വള്ളി. ഒരു ഇത് ഇത്ര വലിയ വെള്ളം ആണല്ലേ? അതിന് വേണ്ട. എൻ്റെ ഓരോരോ അനാവശ്യമായ തോന്നൽ കാരണം ഇപ്പം 78 രൂപ താകുക. ഇനിയിപ്പോൾ ചൂണ്ടയിടുമ്പോൾ എന്താവും എന്തോ. ഗായ്സ് സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ് ഗായ്സ്, പോവുകയാണ്. ഗായ്സ് നമ്മളിപ്പോൾ ഇത് സെറ്റാക്കാൻ പോവുകയാണ്. ചൂണ്ടക്കൊളുത്ത് ഫിക്സ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കണ്ടാണ് ക്യാമറമാൻ വീഡിയോ എടുക്കുന്നത്. സോ ഇടയ്ക്കിടയ്ക്ക് ഫുൾ സ്ക്രീനും ഇടയ്ക്കിടയ്ക്ക് ഹാഫ് സ്ക്രീനൊക്കെ ആവുന്നുണ്ട്. പിന്നെ പുള്ളിയുടെ കൈയും കാലൊക്കെ അവിടെ കാണുന്നുണ്ട്. എന്നാ ചെയ്യാൻ പറ്റും? എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സഹായം ചോദിച്ചത്. എന്തായാലും അതിപ്പോൾ നന്നായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. വീഡിയോ സൂമൊന്നും ചെയ്യുന്നില്ല. എന്തായാലും അങ്ങനെ ആട്ടെ. ഗൈസ് ഇത് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ചൂണ്ടക്കൊളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് എളുപ്പമുള്ള സാധനം ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ പല രീതിയിൽ നമുക്ക് ചൂണ്ട കൊളുത്ത് കെട്ടാൻ കേട്ടോ. അപ്പം നമുക്ക് എളുപ്പമുള്ള രീതിയിൽ ഒന്ന് സെറ്റാക്കിയെന്നുള്ളൂ. ഓക്കെ, അപ്പം ഡിഫറെൻ്റ് ആയ രീതിയിൽ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ നമുക്ക് വേറെ വെറൈറ്റി രീതിയിൽ കെട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ.
ചൂണ്ടക്കുളം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് വെള്ളത്തിലിടാൻ പോകണം. ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. അപ്പം മീനെ കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യത്തിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. സോ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ട്രൈ മാത്രമേ ഉള്ളൂ. സോ എന്തായാലും നമുക്ക് പുഴയിൽ പോവാം.